നമുക്കിന്ന് തേങ്ങാപ്പാൽ ചേർക്കാത്ത മീൻകറി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ എത്തിയിരിക്കുന്നത് 1 കിലോ പിലോപ്പിയാണ്. അപ്പോൾ അത് നന്നായിട്ട് കഴുകിയിട്ട് അതിൽ കുറച്ച് ഉപ്പും വിനാഗിരി ഇട്ടിട്ട് ഞാൻ 1 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അതിനുശേഷം ആ മീൻ നന്നായിട്ട് കഴുകിയെടുത്തു. എന്നിട്ട് അത് പാത്രത്തിൽ വരുന്നുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചുവന്നുള്ളി, ഒരു സവാള, ഒരു തക്കാളി, 3 തണ്ട് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വേണം. പിന്നെ ഈ ചുവന്നുള്ളി, ഇഞ്ചി, തക്കാളി ഇതെല്ലാം നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളം ചേർക്കേ വേണ്ട. മിക്സിയിലിട്ട് അടിക്കുമ്പോൾ വെള്ളം ചേർക്കണ്ട. ഇത് എന്തിനെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഈ കറി കുറച്ചിങ്ങനെ കൊഴുപ്പുള്ള കറിയാണ്. അപ്പോൾ ആ കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ഈ സവോള ഉണ്ടല്ലോ, അത് നൈസായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത് വഴന്ന് വരുമ്പോൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 2 ടീസ്പൂൺ സാദാ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ ഇടുന്നത് ഈ കറിക്ക് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ചുമന്നിരിക്കണ കറിയായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിനുശേഷം ഇതിൻ്റെ പച്ചമണമൊക്കെ പോകുമല്ലോ, അതൊന്ന് പോയി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ അരപ്പുണ്ടല്ലോ, തക്കാളി, ചുവന്നുള്ളി, ഇഞ്ചി, ആ അരപ്പ് നമുക്ക് അതിലിട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്നും കൂടെ വഴറ്റണം. അത് തക്കാളിയുടെ പച്ചമണം പോകുന്ന വരെയും വഴറ്റണം കേട്ടോ, അല്ലെങ്കിൽ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വഴറ്റാം. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പുളി പിഴിഞ്ഞെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് വാളംപുളിയാണേ. അപ്പോൾ ഞാൻ വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് കുറച്ച് വാളംപുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ പുളി പിഴിഞ്ഞിട്ട്, പുളി പിഴിഞ്ഞിട്ട് ആ വെള്ളം ആണ് എടുക്കേണ്ടത്. ആ വെള്ളം നമുക്ക് ഈ ഗ്രേവിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ തക്കാളിയുടെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ഗ്രേവി ഉണ്ടല്ലോ, അതായത് മീൻകറി, മീൻ ചാറ് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിലോട്ട് മീൻ കഷ്ണം ഇട്ട് കൊടുക്കാം. പിന്നെ അതിന് മുന്നേ നമുക്കൊന്ന് നോക്കണം, ഉപ്പുണ്ടോയെന്നൊന്ന്, ഈ കറിക്ക് ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കാം. ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മീൻ കഷ്ണം ഇട്ടിട്ട് സിമ്മിലിട്ടിട്ട് നമുക്ക് വേവിക്കാം, മൂടി വെച്ചിട്ട് വേവിക്കാം. പിന്നെ ഈ മീൻ കഷ്ണം ഇടുമ്പോൾ അത് മുങ്ങിക്കിടക്കാവുന്ന രീതിയിൽ മതി, കുറേ വെള്ളം ഒഴിക്കേണ്ട, മീനിലുള്ള വെള്ളം ഇറങ്ങിക്കോളും. അങ്ങനെ നമുക്ക് സിമ്മിലിട്ടിട്ട് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം വെച്ചാൽ വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്കതൊന്ന് എടുത്ത് നോക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പർ മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.